മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ദാവീദ് പറയുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നുവെന്ന്. എല്ലായ്പ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇതല്ലോ നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഹിതം. 1 പത്രോസ് 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ അറിവില്ലായ്മയെ അടക്കണമെന്നുള്ളത് ദൈവഹിതമാകുന്നു. ന്യായത്തോടെ നടക്കാനും കരുണയോടെ ഇരിക്കാനും ദൈവത്തിന് മുൻപാകെ വിനയത്തോടെ നടക്കാനും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയാൻ മനസ്സുപുതുക്കി രൂപാന്തരപ്പെടണം. കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചും വീര്യപ്രവൃത്തികൾ ചെയ്താലും ഭൂതങ്ങളെ പുറത്താക്കിയാലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാത്തവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങാം. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാം നന്മയാക്കി തീർക്കുന്ന ദൈവം, ദോഷമായി ഒന്നും ചെയ്യാത്തവൻ, ഈ ലോകത്തിലെ പിതാവ് തന്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന നാം ഓരോരുത്തർക്കും അവൻ എത്രയധികം നൽകും. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി നാം ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.